ഹലോ, ഇന്നെനിക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസമാട്ടോ. എന്താണെന്ന് വെച്ചാൽ കാത്തിരുന്ന ഒരു സംഭവം കംപ്ലീറ്റ് ആക്കി. ഏകദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ മുന്നേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 4000 വാച്ച് അവറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലത്തോടു കൂടി വാച്ച് അവറും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം എങ്ങനെയാണ് തീർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ. വീട്ടിൽ അമ്മയും ഞാനും സുഡും കുഞ്ഞാറ്റും മാത്രമേ ഉള്ളൂ. എനിക്ക് 4 ആൾക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട്, ഭൂരി മസാല. അപ്പോൾ എന്താ പറയുക, ഉച്ചയ്ക്കാട്ടോ ഇത് കംപ്ലീറ്റ് ആയത് അറിയുന്നത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് അപ്പോൾ ഭൂരി മസാല ഉണ്ടാക്കി സന്തോഷിക്കുക, ആഘോഷിക്കുക എന്നങ്ങനെ വിചാരിച്ചിട്ടാ. അപ്പോൾ കേക്കൊന്നും കട്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പിന്നെന്താ, ഇനി അടുത്ത യാത്ര എന്ന് എഴുതി കഴിഞ്ഞാൽ ഏണിങ്സിലേക്ക് എത്തുക ഉള്ളതാട്ടോ. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ മാത്രം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ ഇതാ നമുക്ക് ഏണിങ്സ് കിട്ടണമെങ്കിൽ $100 ആയി കഴിഞ്ഞാലൊക്കെയാണ് ഏണിങ്സ് കിട്ടുക. അത് $1 വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി 62 63 അങ്ങനെ എന്തെങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇനി അതും കൂടി ആ ഒരു കടമ്പയിലേക്ക് എത്താനും കൂടി ഇതേവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സഹകരണവും എന്താ പറയുക സപ്പോർട്ടൊക്കെ വീണ്ടും തുടർന്നുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത്. അപ്പം ഭൂരിയുടെ റെസിപ്പീസൊക്കെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഭൂരി മസാല ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അധികം ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഭൂരിയൊക്കെ കുഴച്ച് ഉരുട്ടിയതിന് ശേഷം നമ്മളത് ഇതിനെ ചെറിയ ഒരു പപ്പടത്തിനേക്കാളും ചെറുതായിട്ട് ഇതിനെ പരത്തിയെടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടാ ഈ ഒരു രീതിക്ക്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ച് ഭൂരി ഉണ്ടാക്കുന്ന പറയുമ്പോൾ അമ്മ പറയും, ആഹാ നീ ഇവിടെ വരുമ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കി തരാറില്ലല്ലോ എന്ന് പറയും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഭൂരി. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒറ്റയ്ക്കായ കാരണം ഉണ്ടാക്കാനും അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ പറയും ഞാൻ വരുമ്പോൾ ഉണ്ടാക്കാം അമ്മ എന്ന്. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞാലോ എനിക്ക് ഇവിടെ കൊടുക്കത്തെ മടിയാണ്. എനിക്കെല്ലാം അമ്മ ഉണ്ടാക്കി തരേണ്ട അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ വേഗം ആദ്യം എല്ലാവരും പരത്തി വയ്ക്കാട്ടോ ചെയ്യുന്നത്. അപ്പം ചുട്ടെടുക്കാനായിട്ട് നല്ല എളുപ്പമാണല്ലോ. അങ്ങനെ ദേ നമ്മുടെ ഭൂരിയുടെ എല്ലാവരും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അതേ ഒരു പേപ്പർ വെച്ച്, ഒരു മുറത്തിൽ പേപ്പർ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതേ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ പരത്താനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്തുതരാം ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ആ സമയം കൊണ്ട് പിള്ളേരെ രണ്ടിനും കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചു. സന്ധ്യയായില്ലോ. പിന്നെ ഞാൻ അപ്പം തന്നെ എടുത്ത സാധനങ്ങളൊക്കെ കയ്യോടെ തന്നെ അടക്കി പറക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചെയ്യുമ്പോൾ മടിയാവട്ടാ. ചപ്പാത്തി പലകയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു, കിഴാനുള്ള പാത്രമൊക്കെ വെച്ചു. അതിനിടയിൽ അമ്മ ഭൂരി ഉണ്ടാക്കാനായിട്ട് വേഗം വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചീഞ്ചട്ടിൽ. പിന്നെ ഇതപ്പുറത്തെ വീട്ടിൽ നിന്ന് സുട് പൊട്ടിച്ചിട്ടുണ്ട്. എന്താട്ടോ മൾബറി ഫുള്ള്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്നതുള്ളൂ. ഇവിടെ ഓയിലൊന്നും ഉപയോഗമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായി കാരണം അമ്മയ്ക്ക് വെളിച്ചെണ്ണയ്ക്കൊന്നും വലിയ ചിലവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അമ്മേനെ ഞാൻ ഹെൽപ്പിങ്ങിന് വിളിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡൊന്നും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. അങ്ങോട്ടും കൊണ്ടു നടക്കാൻ എഴുതിയാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാ. എപ്പോഴെങ്കിലും ഇനി ഒരെണ്ണം ഏതെങ്കിലും കാലത്ത് ഇവിടെ വാങ്ങി വയ്ക്കുന്ന ആഗ്രഹമുണ്ട്. ആഗ്രഹം കൂടി നടക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അപ്പോൾ അമ്മയാണ് ഭൂരി ആക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അമ്മേനെ എൻ്റെ പണിയുടെ ഒരു 7 ഞാൻ അടുപ്പിക്കില്ല കേട്ടോ. അവിടെ ഇരുന്ന് പിള്ളേരായിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, വെക്കേഷൻ കഴിയണവരെല്ലാം ഉള്ളൂ, അവിടെ ഇരുന്ന് കളിച്ചോളാനും അവരുടെ കൂടെ ഇതാക്കിക്കൊള്ളാനും പറയും. അങ്ങനെ 2 ആക്കി തന്നിട്ട് അമ്മ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെയും ആക്കിയിട്ടുണ്ട്. നല്ല പപ്പടം പോലെ തന്നെ പൊളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട പിന്നെ ചട്ടി ഇത്തിരി ചെറുതായി പോയതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ സാരില്ല, അത്ര വലിയ ഭൂരിയല്ലല്ലോ ഈ ഒരു സൈസിന്. ഈ ചട്ടി കുഴപ്പമൊന്നുമില്ല. വേണ്ട ഇനി ബാക്കിയുള്ളതിനും കൂടി നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ചെറുതായിട്ടൊരു വ്യത്യാസത്തിലാട്ടോ ഇന്നത്തെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഭൂരി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് അമ്മ അവിടെ കുഞ്ഞാറ്റൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ വേഗം ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ക്യാരറ്റില്ലേ, ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് വെള്ളവും ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതേ നമ്മൾ ബൂരി വറുത്തെടുത്ത വെളിച്ചെണ്ണയില്ലേ, അതിൽ നിന്ന് കുറച്ച് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കുറച്ച്. ആ ഉഴുന്നിൻ്റെ മണം കൂടിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാ. അപ്പോൾ ഉഴുന്നൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അധികം എരിവിലല്ല കേട്ടോ ചെയ്യുന്നത്, കാരണം കുഞ്ഞാറ്റയ്ക്കും സുഡുവിനും എരിവ് അധികം ഇഷ്ടമല്ല. പിന്നെ നമ്മൾ കറിവേപ്പിലയും അതുപോലെ 2 പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആ ഇഞ്ചിയുടെയൊക്കെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കുഞ്ഞ് സബോളയാട്ടാ അരിഞ്ഞത്, നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സബോളേനെ നന്നായി വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ആ സബോള ഏകദേശം വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി വീട്ടിലുണ്ടാക്കിയതാട്ടോ അമ്മയോട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിലുണ്ടാക്കിയതാണ്, അത് ഇട്ട് കൊടുക്കേണ്ട, മഞ്ഞളുടെ ഭയങ്കര കുത്തായിരിക്കുന്നു പറഞ്ഞിട്ട് അമ്മ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ മഞ്ഞളുടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ പച്ചവെള്ളം ആട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തള വന്നപ്പോൾ ഞാൻ ഇതിലേക്ക്, ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മല്ലിയില. എനിക്കും സുടുക്കൂന് ചെറുതായിട്ട് വലിയ കുഴപ്പമില്ല, ബാക്കി കുഞ്ഞാറ്റിക്കും അമ്മയ്ക്കും മല്ലിയില എന്ന് എഴുതിയ അലർജിയാണ്. അലർജി മീൻസ് അവർക്ക് ഇഷ്ടമല്ല കേട്ടോ, ഓവറായിട്ട് അതിൻ്റെ കുത്തും കാര്യങ്ങളൊന്നും. ചിലർക്ക് അങ്ങനെയല്ലേ. അപ്പം ഞാൻ അവർ കാണാണ്ട് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി നമ്മുടെ വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങില്ലേ അതിട്ട് കൊടുക്കുക. അപ്പോൾ അതിനിടയിൽ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് മര്യാദയ്ക്ക് വെന്തിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ വക സാധനങ്ങളൊക്കെ ഉപയോഗം കാര്യങ്ങളുള്ളൂ. അപ്പോൾ കുറച്ച് നാളായി വാങ്ങി വെച്ചിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, കുറച്ച് പഴക്കമുള്ളത് കൊണ്ടാണ് ഇത് വേവാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അധികം ഗ്രീൻ പീസ് വെന്തോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒട്ടയ്യണ പരുവത്തിലായിട്ടില്ല, എന്നാൽ നമുക്ക് കടിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു പരുവത്തിലാട്ടോ. അപ്പോൾ കുറച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അത് ഇടണ്ടാന്നിട്ട് അതിൽ തന്നെ വെച്ചു കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള നെയ്യും അതേപോലെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഞാനിതിനൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയും ബൂരൊക്കെ റെഡിയായി. നെക്സ്റ്റ് പരിപാടി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ സുഡൂന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും മമ്മിയും കുഞ്ഞാറ്റയും ഒരുമിച്ച് ഇവിടെ ഞങ്ങൾ ഒരുമിച്ചാട്ടോ, എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കാറ്. അതൊരു സന്തോഷമല്ലേ. ടേസ്റ്റായ പിന്നെ അത് കഴിഞ്ഞ് ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. പാല് നല്ല കട്ടയാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ പാലെടുക്കാൻ നിന്നില്ല. അപ്പോൾ നല്ല ചൂട് കട്ടൻ കാപ്പിയും ഭൂരിയും മസാലക്കറിയും കഴിക്കാനെത്തി. 4 മണി സമയമായി കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കറക്റ്റ് ചായ കൂടി കഴിഞ്ഞ സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചി ആൾക്ക് ഒരു 50 പരിപാടിക്ക് ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പരിപാടി ഉണ്ടാക്കിയപ്പോൾ ഞാനും കൂടി ഇവിടെ ഉണ്ടല്ലോ എന്ന് എനിക്കും കൂടി കഴിക്കാനായിട്ട് 3-4 കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മൊരിഞ്ഞ അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ വേണ്ടവർ ആളുടെ അടുത്ത് ഓർഡർ ചെയ്യുക. അപ്പോൾ കൊമ്പിടി തുമ്പൂര് ആ ഭാഗത്തുള്ളവരൊക്കെ ഒരു പരിപാടിക്ക് 12 രൂപയാണ് റേറ്റ്. ഇന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചുള്ളൂ കേട്ടോ പരിപ്പട കഴിക്കണമെന്ന്. മഴയൊക്കെ വരുന്ന കാരണം അതേപോലെ തന്നെ നമുക്ക് വിചാരിക്കാണ്ട് മിക്കതും കിട്ടി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.